ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. എൻ്റെ മക്കളുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അങ്ങനെ നമ്മൾ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. നമുക്കിവിടെ മത്തനും ചെരങ്ങൊക്കെ ഹാർവെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടാലോ. ഒരു പഴയ നായർ തറവാടാട്ടോ ഈ കാണുന്നത് നിങ്ങൾ. അതായത് എത്ര വർഷം പഴക്കം എന്ന് എനിക്കറിയില്ല. ഏകദേശം നല്ലൊരു പഴക്കം കാണും. ആ വീട് ഇപ്പോഴും അതേപോലെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അതിലവർ താമസമൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയാണ്. 2-3 നിലകളൊക്കെ ഉള്ള അന്നത്തെ കാലത്തെ വീടാകുമ്പോൾ നല്ല ഉള്ളിലൊരു നടുമുറ്റൊക്കെ ആയിട്ടുള്ളൊരു വീടാണ്. ഇതൊക്കെ അവിടുത്തെ കാര്യസ്ഥനായ ഇബ്രാഹിം കാക്ക ഉണ്ടാക്കണ കേട്ടോ. കൃഷികളൊക്കെ എന്തിൻ്റെയൊക്കെ തൈകൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മത്തൻ ഉണ്ടാക്കിയ സ്ഥലത്തെത്തി. എന്താ പറയുക, എത്ര വളഞ്ഞ് നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ. ഇന്നത്തെ കാലത്ത് യാതൊരു രാസവളവും ചേർക്കാതെ ഉണ്ടാക്കിയതല്ലേ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അതും ഇബ്രാഹിം കാക്കക്ക് കാലുകൊണ്ട് വയ്യാത്ത ഒരാളാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതാണ് ആ തറവാടിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ടാണ് അവർ ഈ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞങ്ങളെ നാടും വീടൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ മൊത്തം ഹാർവെസ്റ്റ് ചെയ്തിട്ടൊക്കെ കാണിച്ചത് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവണം എന്നില്ല. പപ്പായൊക്കെ നല്ലോണം കായ്ച്ച് നിൽക്കുന്നുണ്ടേ. ഇതാ വീടിൻ്റെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. ഇതാട്ടോ ഇബ്രാഹിം കാക്ക. കാലുകൊണ്ട് വയ്യാതെ ആണെങ്കിൽ മൂപ്പര് അതൊക്കെ പറിച്ച് ചാക്കിലാക്കാനുള്ള ശ്രമത്തിലാണ്. 2 സഹായികളും ഉണ്ടായിരുന്നു കേട്ടോ. ഒപ്പം കൃഷി വകുപ്പിൽ കൊണ്ടുപോയി കൊടുക്കാന്നാ പറഞ്ഞേ. ഇത് കണ്ടോ, ഇത്രയും മത്തനുണ്ട്. അതുപോലെ ചെരങ്ങയുണ്ട് കേട്ടോ. ഇതാ ഒരു തൂക്കം നോക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പം ഞാൻ 2 ചിരങ്ങെടുത്ത് പോന്നിരുന്നു. അതുകൊണ്ട് ഞാനൊരു അരപ്പില്ലാത്തൊരു താളിപ്പ്, നമ്മളെ ഗോപിക പറഞ്ഞ പോലെ ഒരു അരപ്പില്ലാത്ത കറി ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിട്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.